നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ദിവസങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും നാടകീയതകൾക്കും ഒടുവിൽ അവസാനമായിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20-ാം വാർഡിലെ വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള ആർ സുഗതൻ നാളെ കൃത്യം 11 മണിക്ക് വിയൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചൊല്ലും. ആ കാഴ്ചയ്ക്കാണ് നാളെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ തദ്ദേശഭരണ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അപൂർവവും ചരിത്രപരവുമായ ഒരു ചടങ്ങിനെ വിയൂർ സെൻട്രൽ ജയിൽ നാളെ സാക്ഷ്യം വഹിക്കും. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുന്ന BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നാളെ ജയിലിനുള്ളിൽ വെച്ച് നടക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലറാണ് ആർ സുഗതൻ. സംസ്ഥാനത്ത് ഒരു ജനപ്രതിനിധി ജയിൽ മുറിക്കുള്ളിൽ വെച്ച് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുന്നത് ഇതാദ്യമായാണ് എന്ന പ്രത്യേകതയും ഈ സംഭവത്തിനുണ്ട്. നാളെ രാവിലെ കൃത്യം 11 മണിക്കാണ് വിയൂർ ജയിലിൽ സൂപ്രണ്ടിന്റെ ഔദ്യോഗിക ചേംബറിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരണാധികാരി നേരിട്ട് ജയിലിലെത്തിയാണ് നിയുക്ത കൗൺസിലർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. സാധാരണഗതിയിൽ കൗൺസിൽ ഹാളുകളിൽ വിപുലമായ ജനപങ്കാളിത്തത്തോടെ നടക്കുന്ന ചടങ്ങാണ് ഇത്തവണ ജയിലിന്റെ കരിങ്കൽ മതിലുകൾക്കുള്ളിലേക്ക് മാറുന്നത്. ജയിൽ ചട്ടങ്ങളും അതീവ സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും ചടങ്ങുകൾ നടക്കുകയെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. തികച്ചും ഔദ്യോഗികമായ ഈ ചടങ്ങിലേക്ക് പരിമിതമായ അളവിൽ മാധ്യമപ്രവർത്തകർക്ക് മാത്രമായിരിക്കും പ്രവേശന അനുമതി നൽകുക. കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമേ മാധ്യമപ്രവർത്തകരെ പോലും സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് കടത്തിവിടുകയുള്ളൂ. കാരണം ജയിലാണ്, അവിടെ നിന്നുള്ള അതീവ പ്രാധാന്യമുള്ള സുരക്ഷാ മേഖലയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ വളരെ കുറച്ച് മാധ്യമങ്ങൾക്ക് മാത്രമായിരിക്കും അകത്ത് പ്രവേശനമുണ്ടാവുക. തടവിൽ കഴിയുന്നതിനാൽ സത്യപ്രതിജ്ഞയ്ക്ക് നേരിട്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ജയിലിൽ വെച്ച് ചടങ്ങ് നടത്തുന്നതിനുള്ള നിയമപരമായ സാധ്യതകൾ തേടിയത്. തുടർന്ന് ഉയർന്നു വന്ന നിയമപരമായ തടസ്സങ്ങൾ നീങ്ങിയതോടെ കോടതിയുടെ പ്രത്യേക ഉത്തരവിന്റെയും ജയിൽ വകുപ്പിന്റെ അനുമതിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ അസാധാരണ നടപടിക്ക് വഴിയൊരുങ്ങിയത്. കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. അതീവ സുരക്ഷാ മേഖലയായ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന ചടങ്ങായതിനാൽ വൻ പോലീസ് സന്നാഹത്തെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ചടങ്ങ് സുഗമമായി പൂർത്തിയാക്കുന്നതിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും ജയിൽ അധികൃതരും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സുഗതനെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം കോടതി ആരാഞ്ഞിരുന്നു. അപ്പോൾ കോടതിയോട് തിങ്കളാഴ്ച മറുപടി പറയാമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കാപ്പ തടവിൽ നിന്ന് താൽക്കാലികമായി മോചിപ്പിക്കണമെന്ന സുഗതന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഈ ഒരു ചോദ്യം. ഇക്കാര്യത്തിൽ ഇന്ന് മറുപടി നൽകാമെന്ന് പറഞ്ഞ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കാപ്പ തടവിൽ നിന്ന് സുഗതനെ മോചിപ്പിക്കാൻ നിയമപരമായി കഴിയില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെയും പേരിൽ പ്രതിജ്ഞ ചെയ്തതിനെ ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20-ലെ കൗൺസിലറായിട്ടുള്ള ആർ സുഗതൻ. നേരത്തെ നെടുമങ്ങാട് കോടതി 2 കേസുകളിൽ സുഗതന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. എന്നാൽ കാപ്പ കേസിൽ നിന്ന് ജയിൽ മോചിതനായാൽ മാത്രമേ ഇടക്കാല ജാമ്യം ബാധകമാകൂ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ജയിൽ മോചനം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട് ആർ സുഗതൻ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ്. നെടുമങ്ങാട് കോടതിയിൽ അദ്ദേഹത്തിന് 2 ദിവസത്തെ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയപ്പോൾ വളരെ നാടകീയമായിട്ടുള്ള പല രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. മെഡിക്കൽ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴി വട്ടിയൂർക്കാവ് പോലീസ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്ന് കോടതിയിൽ പറയുകയും കോടതി അത് എന്തിനാണ് അത്തരത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് ചുമതലയില്ലാത്ത വട്ടിയൂർക്കാവ് പോലീസ് സുഗതന്റെ കൂടെ പോയത് എന്ന് കോടതിയൊക്കെ ആരാഞ്ഞിട്ടുള്ള നാടകീയമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് സുഗതന്റെ പേരിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളിയും ബഹളവുമാണ് കോർപ്പറേഷൻ കൗൺസിൽ അടക്കം നടക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കോർപ്പറേഷന് പുറത്തടക്കം വലിയ രീതിയിൽ സുഗതനെ പുറത്താക്കണം, സുഗതൻ രാജിവെക്കണം എന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ തന്നെ മേയറായിട്ടുള്ള VV രാജേഷ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമത്തിൻ്റെതായിട്ടുള്ള വഴിയിലൂടെ പോകും, ജാമ്യം കിട്ടാതിരിക്കില്ല, അതിനുള്ള നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കോടതിയിൽ തന്നെ ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു സംഭവം. കോടതി വിധിയെ തുടർന്ന് ജയിലിനുള്ളിൽ
തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡ് 20 വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള ആർ സുഗതൻ നാളെ കൃത്യം 11 മണിക്ക് വിയൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഇനി അതൊരു പ്രതിപക്ഷം ആയുധമാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇതിനെ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇനി അതിനെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. 3 കൗൺസിൽ യോഗത്തിൽ വന്നില്ലെങ്കിൽ അത് അസാധുവാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് മേയർ അതിന് മറുപടി നൽകി അത്തരത്തിലൊരു നിയമവും കോർപ്പറേഷൻ നിയമത്തിൽ പറയുന്നില്ല, അസാധുവാക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത 5 വർഷവും 101 കൗൺസിലർമാർ ആരും അത്തരത്തിൽ അയോഗ്യരാകില്ല എന്നുള്ള അല്ലെങ്കിൽ അസാധു ആകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യം കൂടി മേയറായിട്ടുള്ള വി രാജേഷ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി വിധിയെ തുടർന്ന് ബാക്കിയുള്ള കൗൺസിലർമാരെല്ലാം തന്നെ ആ വിധി വന്ന അന്ന് വൈകുന്നേരം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ആർ സുഗതന് മാത്രമായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാതെ വന്നത്. തുടർന്നാണ് അതിനെ ഒരു നിയമ വഴിയാക്കിക്കൊണ്ട് സുഗതന്റെ ആ ഒരു സീറ്റ് അല്ലെങ്കിൽ അത് എങ്ങനെയും രാജിവെപ്പിക്കാനുള്ള നീക്കങ്ങൾ LDFും UDFും ഒരുപോലെ നടത്തിയത്. പക്ഷേ നിയമസാധ്യതകൾ അപ്പോഴും മുൻപിലുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഹൈക്കോടതിയാണ് ഈ ഒരു വിഷയത്തിൽ വിധി പറഞ്ഞിരിക്കുന്നത്.